ഹലോ ഗായ്സ്, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇട്ട ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ചുരിദാർ ഡിസൈൻ ആണെന്നാട്ടോ എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അത് സാരി ബ്ലൗസ് ഡിസൈൻ ആയിരുന്നു. ഡൗട്ട് ചോദിച്ചത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ലോങ് വീഡിയോ ഇടാമെന്ന് കരുതി. ഷോർട്ടിൽ കുറച്ചേ കാണിച്ചുള്ളൂ, അതാണ് ഡൗട്ട് വരാൻ കാരണമായത്. ബോർഡർ ലൈനിൽ സിമ്പിൾ ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കസ്റ്റമർ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്ത ശേഷമാണ് ബ്ലൗസ് തന്നത്. സിമ്പിൾ ബോർഡർ വർക്ക് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് ചെറിയ റേറ്റിൻ്റെ വർക്കാണ്. സിമ്പിൾ ആൻഡ് എലഗൻ്റായി എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഈ ഒരു ഡിസൈൻ കൊടുക്കാൻ ആദ്യം ഇതേപോലെ സൂചി ഇതേപോലെ എടുത്തു. അതിനുശേഷം ഈ ഒരു ബീഡ്സ് ഇതേപോലെ കൊടുത്ത് ആദ്യം അതിനെ അവിടെ കറക്റ്റ് ഷേപ്പിൽ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ആ എടുത്ത പോയിൻറ്റിൻ്റെ കുറച്ച് ഇവിടെ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതായത് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആ മറ്റേതിൻ്റെ നൂല് അവിടെ ലോക്ക് ചെയ്ത് കിട്ടും ഇവിടെ. അതിനുശേഷം അതിൻ്റെ അടുത്ത് ബീഡ്സ് എടുത്ത് ഇത് ട്യൂബ് ബീഡാണ് കേട്ടോ, കുറച്ച് നീളത്തിലുള്ള ബീഡാണ്. കറക്റ്റ് സൈസിൽ നമ്മളിതുപോലെ നമുക്ക് അരി വർക്ക് നീഡിൽ ഉപയോഗിച്ചും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത കാരണം കൊണ്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ശേഷം ഈ ലൈറ്റ് കളർ, അതായത് ഈ ഒരു കളർ എൻ്റെ കയ്യിലുള്ള ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ലൈറ്റ് കളർ ആദ്യം ഇട്ടു. അതിന് കുറച്ചൊരു ഭംഗി കൂട്ടാനായിട്ട് അതിൻ്റെ കുറച്ച് ഡാർക്ക് കളറുള്ള ഷുഗർ ബീഡ് കൊടുത്ത് റൗണ്ടിൽ ഇതുപോലെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യണേക്കാൾ മുമ്പാട്ടോ നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം. അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് നമ്മളത് ടൈറ്റ് ചെയ്ത് പിടിച്ച് തന്നെ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുവിധം കസ്റ്റമറും തയ്ച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് തരാറ്. ഓൾറെഡി പറയുമ്പോൾ തന്നെ നമുക്ക് തയ്ച്ച് കഴിഞ്ഞു എന്നാണ് അവർ പറയാറ്. അപ്പോൾ നമുക്ക് തയ്ച്ച് ബ്ലൗസ് തരികയാണെങ്കിൽ സൈഡ് ലോക്ക് ചെയ്യാതെ തരിക. അതായത് ഇപ്പോൾ ഇതിൽ ഞാൻ അവർക്ക് അറിയണ കാരണം കൊണ്ട് ഇവിടെ മാത്രമാണ് എനിക്ക് ലോക്ക് ചെയ്ത് തന്നിരിക്കണം. അല്ലാത്ത ചില ബ്ലൗസുകളൊക്കെ തരുമ്പോൾ നമ്മളിത് മൊത്തം സൈഡ് അഴിക്കേണ്ടി വരും. കാര്യം അല്ലെങ്കിൽ നമുക്ക് കൈ അതിലേക്കിട്ട് നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതേപോലെ തരികയാണെങ്കിൽ നമുക്കിത് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സൈഡ് അടിച്ചാൽ മതി. നമ്മൾ സൈഡ് അടിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റിച്ചല്ല അവർ ചെയ്യുന്നത്, ഒരു 5-6 സ്റ്റിച്ചെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് മുഴുവൻ അഴിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അഴിച്ചെടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഹോള് കാര്യങ്ങളും ഉണ്ട്. പിന്നെ അടിക്കുമ്പോൾ അത് നമുക്കൊരു ക്ലിയർ ആയിട്ട് കിട്ടില്ല. അതായത് അറിയാലോ, ഒരു സ്റ്റിച്ച് അഴിക്കുമ്പോൾ അത് ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാതെ തരുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമ്മൾ ഒരു അളവ് ബ്ലൗസും തരികയാണെങ്കിൽ ആ അളവ് ബ്ലൗസിൽ നമ്മൾ അതിൽ കറക്റ്റ് അവരുടെ മെഷർമെൻറ്റ് വരച്ചിട്ട് നമ്മൾ ആ ഒരളവിൽ നമ്മൾ ഡിസൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല. ഇങ്ങനൊരു ഡിസൈൻ കഴിഞ്ഞ ശേഷം ഇവിടെ ഇതിനെ നമ്മൾ സൈഡിൽ നിന്ന് ഒന്ന് ലോക്ക് ചെയ്യുക. നമ്മൾ വെറുതെ അങ്ങനെ ഓരോന്ന് തുന്നി പോകുമ്പോൾ അതവിടെ കറക്റ്റ് ചിലപ്പോൾ ഒരു വലിക്ക് തന്നെ ലൂസായി പോരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ മുത്തും കറക്റ്റ് ലോക്ക് ചെയ്തിട്ടാണ് അടുത്തത് കൊടുക്കുക. കാര്യം ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം.